നമസ്തേ, ജനം സ്പെഷ്യൽ എഡിഷനിലേക്ക് സ്വാഗതം. പ്രസിദ്ധ ബോളിവുഡ് താരം അമിതാഭ് ബച്ചന്റെ വളർച്ച നേരിട്ട് കണ്ടറിഞ്ഞ അദ്ദേഹത്തോട് വളരെ അടുത്ത് പ്രവർത്തിച്ചിരുന്ന സ്ക്രീൻ എന്ന സിനിമാ വാരികയുടെ പത്രാധിപ ഉദയതാര നായർ ഇല്ലസ്ട്രേറ്റഡ് വീക്ക്ലിയിൽ ദ ഗ്രേറ്റ് ഗാംബ്ലർ എന്ന തലക്കെട്ട് നൽകി എഴുതിയ ലേഖനം ഏത് മോട്ടിവേഷണൽ സ്പീച്ചിനേക്കാളും മേന്മയേറിയതായിരുന്നു. അമിതാഭ് ബച്ചൻ എങ്ങനെ തന്നെ സ്വയം രൂപപ്പെടുത്തി എന്നത് കൃത്യമായി മനസ്സിലാക്കിയ ഒരാളുടെ പഠനമായിരുന്നു ആ ലേഖനം. അമിതാഭ് ബച്ചന് ശേഷം സിനിമാ രംഗത്തെത്തിയ മിക്കവാറും എല്ലാ താരങ്ങളും അറിഞ്ഞോ അറിയാതെയോ ഈ അനുഭവ സാക്ഷ്യത്തെ പിന്തുടർന്നുകൊണ്ട് മാത്രമാണ് താരം എന്ന നിലയിൽ പലർക്കും സിനിമാ മേഖലയിൽ ഇപ്പോഴും തുടരാൻ സാധിക്കുന്നത്. 25-ാമത്തെ വയസ്സിൽ ബോംബെയിലെത്തുമ്പോൾ ഹരിവംശ റായ് ബച്ചൻ എന്ന കവിയുടെ മകൻ എന്ന മേൽവിലാസം മാത്രമേ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുള്ളൂ. അതുവരെ കണ്ടു പരിചയിച്ചിരുന്ന നായക സങ്കല്പത്തിനനുസരിച്ചുള്ള മുഖമോ ആകാരമോ ഒന്നും ബച്ചൻ ഉണ്ടായിരുന്നില്ല. 6 അടിയിൽ കൂടുതലുള്ള ഉയരം ഒരു മേന്മയായി അന്നാരും കണ്ടിരുന്നില്ല. സിനിമാ മോഹവുമായി എല്ലാ ഷൂട്ടിംഗ് സെറ്റിലും നിത്യസന്ദർശകനാകുക എന്ന അഭിനയമോഹികളുടെ സ്ഥിരം സ്വഭാവവുമായി ഏറെ നാൾ ബോംബെയിൽ തമ്പടിച്ചതിന് ശേഷമാണ് ഖ്വാജ അഹമ്മദ് അബ്ബാസ് സംവിധാനം ചെയ്യുന്ന സാത് ഹിന്ദുസ്ഥാനി എന്ന ചിത്രത്തിൽ ഒരു റോൾ അദ്ദേഹത്തിന് തരമാകുന്നത്. 1969 റിലീസ് ചെയ്ത ആ ചിത്രം പല ഭാഷകളിലെ നടന്മാരെ ഉൾപ്പെടുത്തി നിർമ്മിച്ച ഒരു പരീക്ഷണ ചിത്രമായിരുന്നു. ഹിന്ദിയിൽ നിന്ന് അമിതാഭ് ബച്ചനും ബംഗാളിൽ നിന്ന് ഉൽപ്പൽ ദത്തും മലയാളത്തിൽ നിന്ന് മധുവും അങ്ങനെ വിവിധ ഭാഷാ നടന്മാരെ ഉൾപ്പെടുത്തി ഇന്ത്യയിലെ എല്ലാ ഭാഷയിലും വിറ്റുപോകാവുന്ന ഒരു ഉൽപ്പന്നം നിർമ്മിക്കുക എന്നതായിരുന്നു നിർമ്മാതാവിന്റെ ലക്ഷ്യം. മെലോ ഡ്രാമയിൽ മുങ്ങിക്കുളിച്ച തിരക്കഥയായിരുന്നു സാത് ഹിന്ദുസ്ഥാനിയുടേത്. അഭിനേതാക്കൾക്ക് വളരെ കുറച്ച് പ്രതിഫലം മാത്രമായിരുന്നു ലഭിച്ചത്. ലൊക്കേഷനിൽ നിന്ന് ലൊക്കേഷനിലേക്ക് ട്രെയിനിലെ 3-ാം ക്ലാസ്സിലാണ് അവർക്ക് യാത്ര ചെയ്യേണ്ടി വന്നത്. സ്വന്തം കിടക്ക ചുമന്നും ഒരു മുറി പങ്കിട്ടും നിലത്ത് കിടന്നുറങ്ങിയുമൊക്കെ ആയിരുന്നു ഷൂട്ടിംഗ് ദിനങ്ങൾ. എന്നാൽ ദുർബലമായ തിരക്കഥയും അതുവരെ പരിചയിച്ചിട്ടില്ലാത്ത താരനിർണയവും ഒക്കെ ചേർന്ന് സാധാരണ പ്രേക്ഷകനെ ഒരു രീതിയിലും ആകർഷിക്കാത്ത ഒരു സിനിമയായി സാത് ഹിന്ദുസ്ഥാനി എന്ന ചിത്രം മാറി. ഈ സിനിമയുടെ ചിത്രീകരണ സമയത്ത് തന്നെ ഇതേ ജനുസിൽപ്പെടുന്ന ഒരുപാട് സിനിമാ സ്വപ്നങ്ങൾ അണിയറയിൽ രൂപപ്പെടുന്നുണ്ടായിരുന്നു. പുണ്യപുരാണ ചിത്രങ്ങളുടെ പാത പിന്തുടരുന്ന തിരക്കഥാകൃത്തുക്കളും അമ്മായി മരുമകൾ സംഘർഷം മാത്രം കഥയായി മെനയുന്നവരും അമിതാഭ് ബച്ചൻ എന്ന പുതിയ ഇരയെ തേടി വരവായി. അത്തരം സിനിമാ സങ്കേതങ്ങളിൽ നിന്ന് പുറത്തു കടന്ന് സ്വന്തമായി ഒരിടം കണ്ടെത്താൻ സാധിച്ചു എന്നതാണ് അമിതാഭ് ബച്ചന്റെ വിജയം. ക്ഷുഭിത യൗവനം എന്ന താരപരിവേഷവുമായി ഇന്ത്യൻ ജനഹൃദയങ്ങളിലേക്ക് അമിതാഭ് ബച്ചൻ സഞ്ചാരം ആരംഭിച്ചത് ഇത്തരത്തിലുള്ള ചില അനുഭവങ്ങളുടെ കനൽ വഴികളിൽ ചവിട്ടിയാണ്. തന്റെ രൂപവും ഭാവവും കൃത്യമായി പ്രേക്ഷകരിൽ എത്തിക്കാനുള്ള എല്ലാ തെരഞ്ഞെടുപ്പും തന്നിൽ നിക്ഷിപ്തമാണെന്നുള്ള അല്പം ധാർഷ്ട്യം കലർന്ന തീരുമാനമാണ് അമിതാഭ് ബച്ചനെ അമിതാഭ് ബച്ചനാക്കിയത്. ഇന്നും സൂപ്പർ സ്റ്റാർ പദവിയിൽ അദ്ദേഹത്തെ നിലനിർത്തുന്നത് കൂട്ടുസംരംഭങ്ങളിൽ നിന്ന് പുറത്തു കടക്കാൻ അദ്ദേഹം കാട്ടിയ ധൈര്യം ഒന്നുകൊണ്ട് മാത്രമാണ്. വിചിത്രമായ കൂട്ടുസംരംഭങ്ങൾ ദുരന്തങ്ങളിൽ കലാശിക്കും എന്ന മുൻകാല അനുഭവങ്ങൾ ആവർത്തിക്കുന്നതിന് സാക്ഷികളായി ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രേക്ഷകർ. സിനിമയിലല്ല, രാഷ്ട്രീയത്തിലാണെന്ന് മാത്രം. സീറ്റ് വിഭജന ചർച്ചയിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ ഇന്ത്യ മുന്നണിയുടെ കെട്ടുറപ്പിൽ വിള്ളൽ വീഴുന്ന കാഴ്ചയാണ് കണ്ടത്. ഇവിടെ സീറ്റ് വിഭജനം അവിടെ നിൽക്കട്ടെ, ഇതിന് മുമ്പ് എന്തുകൊണ്ടാണ് ഈ വിള്ളലുകൾ വീഴുന്നത് എന്നത് ഈ പാർട്ടികൾ മനസ്സിലാക്കണം. BJP എന്ന പാർട്ടി തൊട്ടുകൂടായ്മയുടെ പാർട്ടിയാണ്, വർഗീയ പാർട്ടിയാണ് എന്ന് ഇപ്പോൾ പറയുന്ന മുൻ ആളുകൾ, പല നേതാക്കളും പല പാർട്ടികളും മുൻകാലങ്ങളിൽ BJPയുടെ സഖ്യകക്ഷികളായിരുന്നു, NDAയുടെ തന്നെ പാർട്ട്നേഴ്സ് ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ പെട്ടെന്ന് എങ്ങനെയാണ് വർഗീയതയോടുള്ള ഒരു വിരോധത്തിൽ ഇന്ത്യ മുന്നണിയിൽ വരുന്നത്? അതുകൊണ്ടാണ് പറയുന്നത് ഇതൊരു പ്രായോഗികതയാണ്. രാഷ്ട്രീയം എന്ന് പറയുന്നത് അനന്തമായ സാധ്യതയുടെ കലയാണ്. ഏറെ കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന INDIA സഖ്യം 8 നിലയിൽ പൊട്ടുകയും നിതീഷ് കുമാർ BJP പിന്തുണയോടെ സർക്കാർ രൂപീകരിക്കുകയും ചെയ്തപ്പോൾ അമിതാഭ് ബച്ചനും ആ ലേഖനവും വീണ്ടും ഓർമ്മയിലെത്തുകയാണ്. എന്താണ് ഈ ഇന്ത്യ വിരുദ്ധ മുന്നണി എന്ന് ഞങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള ഇന്ത്യ മുന്നണി കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുണ്ടാക്കിയ മുന്നണിയുടെ ആദ്യത്തെ ചർച്ചയുടെ തീരുമാനം, ഇവരാദ്യം കൂടിയത് 26 പാർട്ടികളാണ്.
ഇപ്പം എത്ര പാർട്ടികൾ ഇവരുടെ കൂടെയുണ്ട്? 26 പാർട്ടിയുമായിട്ട് തുടങ്ങി വെച്ച ഇവരുടെ ആദ്യത്തെ ചർച്ച ഒരു സ്റ്റേജും ഇട്ടിട്ട് കുറേ നേതാക്കന്മാരെയും വിളിച്ചു വരുത്തി 2 കൈയും കോർത്ത് പിടിച്ച് മുകളിലേക്ക് പൊന്തിച്ച് കഴിഞ്ഞാൽ മുന്നണിയാവില്ല. ആ 26 പേരിൽ എത്ര പേര് ഇപ്പോൾ കൂടെയുണ്ട്? 2. ഇവരുടെ സംസ്ഥാനങ്ങളിൽ ഈ മുന്നണിയുടെ രൂപീകരണങ്ങളൊക്കെ നടന്നിരുന്നോ? തമിഴ്നാട്ടിൽ എന്തായിരുന്നു അവസ്ഥ? ഇവരുടെ ADMK കൂടെയുണ്ടോ? DMK കൂടെയുണ്ടോ? MDMK കൂടെയുണ്ടോ? കർണാടകയിൽ JDS കൂടെയുണ്ടോ? ഒറീസയിൽ ബിജു പട്നായക് കൂടെയുണ്ടോ? ഈ ഭൂരിഭാഗം വരുന്ന ശിവസേന അംഗങ്ങളും ഭൂരിഭാഗം വരുന്ന NCP അംഗങ്ങളും നിങ്ങളുടെ കൂടെയുണ്ടോ? ബോംബെയിൽ ഞങ്ങളല്ലേ മഹാരാഷ്ട്രയിൽ ഭരിക്കുന്നത്. ആപ്പ് നിങ്ങളുടെ കൂടെയുണ്ടോ? മമത നിങ്ങളുടെ കൂടെയുണ്ടോ? നിങ്ങൾ ഇവരെയൊക്കെ അണിനിരത്തിക്കൊണ്ട് കൈ പിടിച്ച് ഉയർത്തിയതല്ലേ? 2 കാര്യങ്ങളാണ് ബേസിക്. ആദ്യം ഒരു മുന്നണി ഉണ്ടാക്കണമെങ്കിൽ ആ മുന്നണിക്ക് ഒരു കാഴ്ചപ്പാടുണ്ടാകണം, നിലപാടുണ്ടാവണം. ഈ നിലപാടുകളെയും കാഴ്ചപ്പാടുകളെയും വ്യക്തമായിട്ട് നടപ്പിലാക്കാൻ പ്രാപ്തിയുള്ളൊരു നേതാവ് ഉണ്ടാകണം. ആ സംവിധാനം നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണെന്നേ ഇത് കൊഴിഞ്ഞു പോകുന്നത്. ആദ്യം തന്നെ കർമ്മി പോയല്ലോ. ഒരു കർമ്മം നടത്തുന്ന സമയത്ത് ഒരു ലീഡ് കർമ്മി ഉണ്ടാവും. അതായിരുന്നു നിതീഷ് കുമാർ. ആ കർമ്മി പോയി. അതുകൊണ്ട് ആ ചടങ്ങും പരാജയപ്പെട്ടു. 10 വർഷമായിട്ട് ബഹുമാനനായിട്ടുള്ള ആദരണീയനായിട്ടുള്ള നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വന്നതിന് ശേഷം ഞങ്ങൾ കൊടുത്തിട്ടുള്ള തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ അക്കമിട്ടെണ്ണി നിങ്ങൾ ഓരോന്നും സമൂഹത്തിൽ നടപ്പിലാക്കുന്നു. ഞങ്ങളതിന് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ആയിക്കോട്ടെ, സമൂഹത്തിൽ വിവിധ തരത്തിലുള്ള മേഖലകളിൽ നടത്തുന്ന പ്രവർത്തനങ്ങളായിക്കോട്ടെ, ഏത് വികസന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എങ്കിലും കൃത്യമായി ജനങ്ങളെ പഠിച്ചുകൊണ്ട് അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ നടപ്പിലാക്കി കൊടുക്കുന്നു. ആ കാര്യങ്ങളെ വ്യക്തമാക്കിക്കൊണ്ട് പറഞ്ഞുകൊണ്ടാണ് നടപ്പിലാക്കുന്നത്. അതുകൊണ്ടാണ് ജനം പറഞ്ഞത് നിങ്ങൾ മതി. വിവിധ തെരഞ്ഞെടുപ്പുകളിൽ ജനം ആ കാര്യം വീണ്ടും വീണ്ടും അടിയുറച്ചു പറയുന്നു, നിങ്ങൾ മതി, നിങ്ങൾ മതി എന്ന്. രാഷ്ട്രീയ സ്ഥിരതയുള്ള ഒരു അന്തരീക്ഷം തിരിച്ചറിയാൻ സാധിക്കുകയും അതിലേക്ക് കടന്നു വരാൻ വൈമുഖ്യം പ്രകടിപ്പിക്കാതിരിക്കുകയും ചെയ്തു എന്നതാണ് നിതീഷ് കുമാറിന്റെ വിജയം. വിചിത്രമായ ഐക്യപ്പെടലുകളിലും അസ്വാഭാവിക സ്വപ്നങ്ങളിലും മുങ്ങി നിവരുന്ന ഒരു സംഘത്തോടൊപ്പം ഉള്ള യാത്ര ദുരന്തങ്ങളിൽ നിന്ന് ദുരന്തങ്ങളിലേക്കുള്ള യാത്രയാണെന്ന് തിരിച്ചറിയാനുള്ള അവബോധമാണ് നിതീഷ് കുമാറിനെ ലക്ഷ്യബോധമുള്ള രാഷ്ട്രീയക്കാരനാക്കുന്നത്. ആ രാഷ്ട്രീയ ചിന്തയാണ് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത്. प्रभुता और अखंडता अक्षुण्ण रखूंगा। मैं बिहार राज्य के मुख्यमंत्री के रूप में വരുമാനം മാത്രം ലക്ഷ്യമായി കണ്ട സിനിമാ നിർമ്മാതാക്കളുടെ അപക്വമായ സ്വപ്നങ്ങളിൽ നിന്ന് അമിതാഭ് ബച്ചനെ വീണ്ടെടുത്തതുപോലെയുള്ള ഒരു സ്വാഭാവിക പ്രക്രിയ മാത്രമായിരുന്നു നിതീഷ് കുമാറിന്റെ തീരുമാനം. സ്ഥിരതയുള്ള ഒരു അധികാര കേന്ദ്രം നൽകുന്ന തണലിൽ കൂടുതൽ വളരാനാകുമെന്ന തിരിച്ചറിവാണ് ഒരു ലക്ഷ്യബോധമുള്ള നേതാവിന് ആദ്യമായി വേണ്ടത്. ആ തിരിച്ചറിവിനെയാണ് രാഷ്ട്രീയം എന്ന് വിളിക്കേണ്ടത്. ജയലളിത തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന കാലം പയസ് ഗാർഡനിലെ അടുത്തടുത്ത വീടുകളിലായിരുന്നു ജയലളിതയും രജനീകാന്തും താമസിച്ചിരുന്നത്. മുഖ്യമന്ത്രിയുടെ സുരക്ഷാ മുൻകരുതൽ എന്ന നിലയിൽ ആ പ്രദേശം കർശന സുരക്ഷയ്ക്ക് കീഴിലായി. അതോടെ രജനീകാന്തിന്റെ സഞ്ചാര സ്വാതന്ത്ര്യം ജയലളിതയുടെ അനുവാദത്തോടെ മാത്രം നടക്കുന്ന ഒരു കാരുണ്യ പ്രവൃത്തിയായി തീർന്നു. ലൊക്കേഷനുകളിൽ കൃത്യനിഷ്ഠ പാലിച്ചിരുന്ന രജനീകാന്തിന് ഈ അസൗകര്യവുമായി ഒത്തുപോകാനായില്ല. മുഖ്യമന്ത്രിയുടെ യാത്രയ്ക്ക് മുമ്പ് താൻ പുറത്തു പോയിക്കൊള്ളാം എന്നും ആ സമയം തന്നെ നേരത്തെ അറിയിക്കാനുള്ള സംവിധാനം ഉണ്ടായാൽ നന്നായിരുന്നു എന്നുമുള്ള രജനീകാന്തിന്റെ അപേക്ഷയ്ക്ക് ഒരു മറുപടിയും ജയലളിതയുടെ ഓഫീസ് നൽകിയില്ല. പൗരന്റെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി വേണമെങ്കിൽ രജനിക്ക് കോടതിയിൽ പോകാമായിരുന്നു, പോലീസ് സ്റ്റേഷനിൽ പോകാമായിരുന്നു, വേണമെങ്കിൽ അവിടെ നിന്ന് മാറി താമസിക്കുകയും ചെയ്യാമായിരുന്നു. പക്ഷേ അദ്ദേഹം മറ്റൊരു വിദ്യയാണ് പ്രയോഗിച്ചത്. ഗായത്രി ശ്രീകാന്ത് എഴുതിയ ദ നെയിം ഈസ് രജനീകാന്ത് എന്ന ജീവചരിത്ര പുസ്തകത്തിൽ ആ രംഗം വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. രംഗം ഇങ്ങനെയാണ്. ഷൂട്ടിംഗ് കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചെത്തുകയായിരുന്നു രജനി. വീടിനടുത്തെത്തിയപ്പോൾ ജയലളിതയുടെ സുരക്ഷാ ഭടന്മാർ രജനിയെ തടഞ്ഞു. മുഖ്യമന്ത്രി കടന്നുപോയതിനു ശേഷം മാത്രമേ പോകാനാകൂ എന്ന് സുരക്ഷാ ഭടന്മാർ രജനിയോട് പറഞ്ഞു. രജനി ദേഷ്യപ്പെട്ടില്ല, ചോദ്യം ചെയ്തില്ല, പരിഭവിച്ചില്ല. പക്ഷേ
രജനീകാന്തിന് മാത്രം ചെയ്യാവുന്ന ഒരു കാര്യം ചെയ്തു. മെല്ലെ കാറിൽ നിന്ന് പുറത്തിറങ്ങി അടുത്തുള്ള ഒരു പോസ്റ്റിൽ ചാരി നിന്ന് ഒരു സിഗരറ്റ് കത്തിച്ച് വലിച്ച് കുറച്ചുനേരം അവിടെ തന്നെ നിന്നു. നിമിഷങ്ങൾക്കകം അവിടം ജനസമുദ്രമായി മാറി. രജനിക്ക് ചുറ്റും തടിച്ചുകൂടിയ ആരാധക വൃന്ദത്തെ നിയന്ത്രിക്കാൻ കഴിയാതെ സുരക്ഷാ ഉദ്യോഗസ്ഥർ നെട്ടോട്ടമോടി. അവർ കരഞ്ഞു കാല് പിടിച്ചിട്ടും രജനീകാന്ത് അനങ്ങിയില്ല. ഉദ്യോഗസ്ഥരോട് അദ്ദേഹം പറഞ്ഞു, മുഖ്യമന്ത്രി കടന്നു പോകാൻ ഞാനും കാത്തിരിക്കുകയാണ്. അവർ കടന്നു പോകട്ടെ, ഞാൻ പോയിക്കോളാം. അന്നാദ്യമായി മുഖ്യമന്ത്രി ജയലളിതയ്ക്ക് കൃത്യനിഷ്ഠ പാലിക്കാനായില്ല. തന്റെ വീട്ടിലേക്കുള്ള ഗതാഗത തടസ്സം അവസാനിപ്പിക്കാൻ രജനി കണ്ട മാർഗം എന്തായാലും ഫലവത്തായി. പിന്നീട് ഒരിക്കലും രജനിക്ക് വഴിയിൽ കാത്തു നിൽക്കേണ്ടി വന്നിട്ടില്ല. ഇത് തമിഴ്നാട്ടിലെ കാര്യം. കേരളത്തിലും ഇപ്പോൾ ഈ രംഗത്തിന്റെ അനുകരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗവർണറുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടയുക എന്ന ലക്ഷ്യവുമായി കുറെ കുട്ടി സഖാക്കളെ കയറഴിച്ചു വിട്ടിരിക്കുകയാണ് പിണറായി സർക്കാർ. പ്രതിഷേധം കടുക്കുന്ന പല സ്ഥലങ്ങളിലും ഗവർണർ കാറിൽ നിന്ന് പുറത്തു കടക്കുന്നതോടെ പ്രതിഷേധക്കാർ ഓടിമറയുകയാണ്. നവോത്ഥാന കേരളത്തിൽ ഗവർണർക്ക് റോഡ് വക്കത്ത് കസേരയിട്ടിരിക്കേണ്ട അവസ്ഥ പോലും സംജാതമായിരിക്കുന്നു എന്ന് വരുമ്പോൾ എത്ര ദയനീയമായ അവസ്ഥയിലാണ് കേരളം എത്തി നിൽക്കുന്നത് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. എന്താണ് ഗവർണർ ചെയ്ത തെറ്റ്? ഇവിടെ ഗവർണറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് നിയമത്തിനകത്ത് നിന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനും അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമുള്ള മേഖലകളിലൊക്കെ ചട്ടങ്ങളുടെ ബലമുണ്ടെന്നുള്ളതൊക്കെ ഞാൻ സൂചിപ്പിച്ചു, ആവർത്തിച്ചില്ല. എന്നാലും അദ്ദേഹത്തിന് ചില പാകപ്പിഴകൾ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും അദ്ദേഹം ഇപ്പോൾ സമ്മതിക്കുന്നുണ്ട്. കാരണം കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ നിയമനത്തിൽ പുനർനിയമനം കൊടുത്തപ്പോൾ അദ്ദേഹത്തിന്റെ മേൽ ശക്തിയായ സമ്മർദ്ദം രാഷ്ട്രീയപരമായി ഉണ്ടായിരുന്നു ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയിൽ നിന്നും. എന്തിനു പറയട്ടെ, എന്റെ നാട്ടിലെ സർവകലാശാലയാണ്, അതുകൊണ്ട് എനിക്ക് താല്പര്യമുള്ള ആളെ നിയമിക്കണമെന്ന് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ അദ്ദേഹത്തിന്റെ മേൽ സമ്മർദ്ദം ചെലുത്തിയെന്ന് അദ്ദേഹം പരസ്യമായി പറഞ്ഞതാണ്. അതിന്റെ ഭാഗമായിട്ടാണ് അന്ന് അദ്ദേഹത്തിന് ഈ പറയുന്ന തുടർ നിയമനം നൽകിയത് എന്ന് അദ്ദേഹം സമ്മതിക്കുകയും തുടർന്ന് അദ്ദേഹം ആവർത്തിച്ച് എന്റെ മേൽ സമ്മർദ്ദം കൊണ്ട് എനിക്ക് ആ തരത്തിൽ ഒരു നടപടി സ്വീകരിക്കേണ്ടി വന്നു, പക്ഷെ അത് തെറ്റായി പോയി എന്ന് അദ്ദേഹം തിരിച്ചറിയുകയും ചെയ്ത ഒരു സന്ദർഭവും നമ്മുടെ മുൻപിൽ കാണാതെ പോകണ്ട. കേരളത്തിലെ ഏത് വിദ്യാർത്ഥി സംഘടനയാണെങ്കിലും യുവജന സംഘടനയാണെങ്കിലും അത് CPM ആകട്ടെ, കോൺഗ്രസ് ആകട്ടെ, ABVP ആവട്ടെ, ഗവർണറുടെ തൊലിപ്പുറത്തൊരു പോറൽ പോലും ഏൽപ്പിക്കാൻ അവർക്ക് സാധ്യതയില്ല. ഇത് എവിടെയെങ്കിലും ഒളിച്ചിരുന്ന ഏതെങ്കിലും ഒരു കറുത്ത കീറ്റക്കുതിരയായിട്ട് ഇറങ്ങി നിന്ന് രണ്ട് ഗോഗുവ വിളിച്ച് ചെങ്ങ് കയറിപ്പോകും. ഇനി ഇപ്പൊ CRP ഇറങ്ങിയോ കാണാം, ഒന്നാമത് 916 ട്രീറ്റ്മെന്റ് ആയിരിക്കും അവരിൽ നിന്ന് കിട്ടാൻ പോകുന്നത്. ഇതൊക്കെ വെറുതെ ഒരു നാടകമല്ലേ? ഇപ്പൊ സമരവും ഭരണവും എന്നും പറഞ്ഞുകൊണ്ട് ഡൽഹിയിലേക്ക് പോകുന്നു 8-ാം തീയതി. എന്തോന്നാണ് ഈ സംഭവം നടക്കുന്നത്? ഇവിടെ ഉന്നത വിദ്യാഭ്യാസം അങ്ങ് പാരമ്യത്തിൽ നിൽക്കുകയാണ്. എല്ലാവരും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലേക്കൊക്കെ ഇവിടെ നിന്നാണ് പോകുന്നതെന്നൊക്കെ പറയുന്നത്. അതിന്റെ ആ ഒരു നിലവാരത്തെ കുറിച്ച് ഞാൻ പറയുന്നില്ല. ഏതായാലും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടാകുന്നത് ഒരിക്കലും ഗവർണർ സമ്മതിച്ചു കൊടുക്കുകയില്ല. സർവകലാശാലകളുടെ സ്വയംഭരണാവകാശം അത് ഗവർണറുടെ സ്വന്തം അവകാശമൊന്നുമല്ല. ഭരണഘടനയിൽ നിക്ഷിപ്തമായിട്ടുള്ള അധികാരം ഉപയോഗിക്കേണ്ട സർവകലാശാലകൾക്ക് സ്വയംഭരണാവകാശമുണ്ട്. അത് സർക്കാരിന്റെയോ രാഷ്ട്രീയ സ്വാധീനത്തിന്റെയോ മുഖ്യമന്ത്രിയുടെയോ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെയോ ബന്ധുക്കളെയോ സ്വന്തക്കാരെയോ നിയമിക്കാനുള്ള സ്ഥലമല്ല. അതിനൊരു കാരണവശാലും ഈ ഗവർണർ കൂട്ടുനിൽക്കുകയില്ല. അതുകൊണ്ട് ഈ തരം ഗോഗ്വാവിളികൾ കുറെ കൂടെ നടക്കും. അദ്ദേഹത്തിന്റെ ചർമ്മത്തെ പോലും സ്പർശിക്കാൻ ഈ സംഘടനകൾക്ക്, ഈ വിപ്ലവ പ്രസ്ഥാനങ്ങൾക്ക് കഴിയുകയില്ല. ഗവർണറുടെ മാനസിക നില തകരാറിലാണെന്ന് വരെ പരസ്യമായി പറയുന്നിടത്തോളം മുഖ്യമന്ത്രി തരം താഴുമ്പോൾ ഗവർണർക്ക് മറ്റെന്താണ് ചെയ്യാൻ കഴിയുക? മറ്റുള്ളവരെ പോലെ ഒളിച്ചോടുന്ന പ്രകൃതക്കാരനല്ല ബഹുമാനായ കേരള ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ. കാരണം അദ്ദേഹം രാഷ്ട്രീയം പഠിച്ചതും വളർന്നതും ഒക്കെ ഉത്തർപ്രദേശിലാണ്. ഉത്തർപ്രദേശ് ഗുസ്തിക്കാരുടെ നാടാണ്. വലിയ ഗോതയിൽ പഠിച്ചു വളർന്ന അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരക്കാരെ നേരിടുകയോ അല്ലെങ്കിൽ ഇത്തരം പ്രതിസന്ധികളിൽ എങ്ങനെ പ്രതികരിക്കണമെന്ന് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹത്തിന്റെ ഗ്ലാസിൽ നേരിട്ട് വന്നടിക്കുന്ന അവസ്ഥ ഉണ്ടായപ്പോഴാണ് അദ്ദേഹം കാറ് നിർത്തിയിട്ട് പ്രക്ഷോഭക്കാരെ വിളിക്കുന്നത്, വരൂ നമുക്ക് മുഖാമുഖം സംസാരിക്കാം. അതിനുശേഷം SFI പ്രഖ്യാപിച്ചു, കേരളത്തിലെ ഒരു ക്യാമ്പസുകളിലും ഗവർണറെ പ്രവേശിപ്പിക്കില്ല. നോക്കൂ, ഇന്ത്യയിലെ തന്നെ ബഹുഭൂരിപക്ഷം സംസ്ഥാനങ്ങളിൽ യൂണിവേഴ്സിറ്റികളുടെ ചാൻസലർ എക്സ് ഒഫിഷ്യോ ആയി അതാത് സംസ്ഥാനങ്ങളിലെ ഗവർണറാണ്. ഇവിടെയും അങ്ങനെയാണ്. കേരളത്തിലെ യൂണിവേഴ്സിറ്റികളുടെ ഭരണം നിയന്ത്രിക്കും. കേരളത്തിലെ യൂണിവേഴ്സിറ്റി ജീവനക്കാരുടെ അപ്പോയിന്റ്മെന്റും സ്ഥലം മാറ്റവും അടക്കമുള്ള കാര്യങ്ങളിലെ
അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതും ഒക്കെ ഗവർണറാണ്. അത്തരത്തിലൊരു ഗവർണറെ കുറിച്ചോട് പറയുകയാണ്, കേരളത്തിലെ ഒരു ക്യാമ്പസിലും ഗവർണറെ ഞങ്ങൾ പ്രവേശിപ്പിക്കില്ല. അദ്ദേഹം ആ വെല്ലുവിളി ഏറ്റെടുത്തു എന്നുള്ളതാണ് സത്യം. ആ വെല്ലുവിളിയുടെ മുമ്പിൽ പകച്ചുപോയപ്പോ, മറ്റൊന്നും ചെയ്യാനില്ലാത്തപ്പോ ഒരുതരം നിലവാരമില്ലാത്ത സമരത്തിലേക്ക് പോയി. എല്ലാവരും കണ്ടതാണ്. കോഴിക്കോട് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ റോഡിലധികം അടക്കം എഴുതി വെച്ച മുദ്രാവാക്യങ്ങൾ എന്തായിരുന്നു? ഒരു വിദ്യാർത്ഥി സംഘടന എങ്ങനെയാണോ പ്രതികരിക്കേണ്ടത് എന്ന് SFI ആലോചിക്കേണ്ടതാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം SFIയിൽ നിന്ന് ഇതിൽ കൂടുതൽ എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ട് കാര്യമുണ്ടോ എന്ന് തോന്നുന്നില്ല. മുമ്പൊരിക്കൽ ഈ സെൽഫ് ഫൈനാൻസിങ് കോളേജുകളെ സംബന്ധിക്കുന്ന ഒരു വിധിന്യായം പുറപ്പെടുവിച്ചതിന്റെ പേരിൽ കേരളത്തിലെ ചീഫ് ജസ്റ്റിസിനെ പ്രതീകാത്മകമായി നാട് കടത്തുന്നു എന്ന് പറഞ്ഞ് സമരം ചെയ്ത ആൾക്കാരാണ്. ജയകൃഷ്ണൻ മാസ്റ്ററുടെ വധക്കേസിൽ വിധിന്യായം പുറപ്പെടുവിച്ച ജഡ്ജിയുടെ വീടിന് നേരെ കല്ലെറിഞ്ഞ ചരിത്രമുള്ളവരാണ്. അപ്പം ആൾക്കാരെ കൂടെ നിർത്താൻ ശ്രമിക്കുക, അവർ കൂടെ നിൽക്കുന്നില്ലെങ്കിൽ അവരെ സ്വാധീനിക്കാൻ ശ്രമിക്കുക, അതല്ലെങ്കിൽ മൂന്നാമത്തെ ഘട്ടത്തിൽ അവരെ ഭയപ്പെടുത്തി കൂടെ നിർത്താനും നിശബ്ദരാക്കാനും ശ്രമിക്കുക എന്ന് പറയുന്ന ഒരു തന്ത്രമാണ് ഇവിടെ SFIയും അവർക്ക് എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്ന അവരുടെ മാതൃസംഘടനയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭാരതം എന്ന ജനാധിപത്യ രാജ്യത്തിൽ ഒരു പൗരന്റെ അന്തസ്സും വ്യക്തിത്വവും സ്വാതന്ത്ര്യവും ഉറപ്പാക്കാനാണ് മൗലികാവകാശങ്ങൾ രൂപപ്പെടുത്തിയിരിക്കുന്നത്. നിയമത്തിന്റെ ദൃഷ്ടിയിൽ എല്ലാ പൗരന്മാരും സമന്മാരാകാൻ ഈ നിയമം പാലിക്കപ്പെടേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അഭിപ്രായ സ്വാതന്ത്ര്യം, സംഘടനാ സ്വാതന്ത്ര്യം, സഞ്ചാര സ്വാതന്ത്ര്യം, ഭാരതത്തിൽ എവിടെയും താമസിക്കാനുള്ള സ്വാതന്ത്ര്യം, തൊഴിൽ സ്വാതന്ത്ര്യം എന്നിവ പ്രധാന മൗലികാവകാശങ്ങളാണ്. ഒരു സാധാരണ പൗരന് പോലും സർക്കാർ ഉറപ്പാക്കേണ്ട സഞ്ചാര സ്വാതന്ത്ര്യമാണ് ആ നാടിന്റെ ഗവർണർക്ക് നഷ്ടമാകുന്നത്. നവോത്ഥാന കേരളത്തിൽ ഇപ്പോൾ രക്ഷാപ്രവർത്തനങ്ങൾ എന്ന പേരിൽ നടത്തപ്പെടുന്ന ആൾക്കൂട്ട ആക്രമണങ്ങൾക്ക് പുതുമയൊന്നുമില്ല. ആ അശ്ലീലത്തെ ന്യായീകരിക്കാൻ മുഖ്യമന്ത്രി തന്നെ മുന്നോട്ടിറങ്ങുമ്പോൾ ചിത്രം ഏതാണ്ട് പൂർത്തിയായി. ഈ സംസ്ഥാനത്തിൻ്റെ പ്രഥമ പൗരൻ എന്നുള്ള നിലയിൽ ഗവർണർക്ക് പോലും അദ്ദേഹത്തിൻ്റെ കൃത്യനിർവഹണത്തിന് തടസ്സമുണ്ടാക്കുന്ന രീതിയിലാണ് നമ്മുടെ ഭരണത്തിൻ്റെ പോക്ക്. ഏറ്റവും ശ്രദ്ധേയമായത് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് കേരളത്തിൽ ഭരണം നടത്തുന്ന ഭരണമുന്നണിയാണ് എന്നുള്ളതാണ്. കഴിഞ്ഞ കുറേ കാലത്തെ സംഭവവികാസങ്ങൾ നമ്മൾ വിലയിരുത്തിയാൽ കേരളത്തിൽ നടക്കുന്നത് ഇരട്ട നീതിയാണ്. CPMന് ഒരു നീതി, CPMൻ്റെ അണികൾക്കൊരു അതിനോടനുബന്ധിച്ചുള്ളൊരു നീതി, CPM അല്ലാത്ത ആളുകൾക്ക് ഇടതുപക്ഷത്തിൽ ഉൾപ്പെടുന്ന ആളുകൾക്ക് പോലും മറ്റൊരു രീതി. അങ്ങനെ ഒരു ഇരട്ട നീതിയാണ് ഇന്ന് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. നിങ്ങൾ ആലോചിച്ച് പോവുക, ഈ മുഖ്യമന്ത്രി ഈ രണ്ട് സംഭവം നമ്മളൊന്ന് മനസ്സിൽ ഇരുത്തി ചിന്തിക്കേണ്ടതാണ്. കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പോലീസ് സംവിധാനങ്ങൾ, ആരെങ്കിലും പ്രതിഷേധിക്കുമെന്ന് തോന്നിയാൽ പോലും അവരെ അറസ്റ്റ് ചെയ്തത് നമ്മൾ കൊട്ടാരക്കര കണ്ടതാണ്. ഒരു മാർക്കറ്റിൽ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിലേക്ക് കറുത്ത ഡ്രസ്സ് ധരിച്ചു കൊണ്ടുപോയ ഒരു യുവതിയെ വൈകിട്ട് 5:30 മണി വരെ 6 മണി വരെ സ്റ്റേഷനിൽ പിടിച്ചുകൊണ്ട് ഇരുത്തി. യാതൊരു തെറ്റും ചെയ്തില്ല. മുഖ്യമന്ത്രി വരുന്നെന്നോ പോകുന്നെന്നോ ഒന്നും അറിയാത്ത ആ സ്ത്രീയെ പിടിച്ച് സ്റ്റേഷനിൽ കൊണ്ടിരുത്തിയിട്ട് അവസാനം ഇപ്പോൾ നഷ്ടപരിഹാരത്തിന് വേണ്ടി ഈ സ്ത്രീ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതേപോലെ തന്നെ പ്രതിഷേധിക്കുമെന്ന് തോന്നുന്ന ആളുകളെയൊക്കെ കൈകാര്യം ചെയ്തൊരു രീതി. അതേസമയം കേരളത്തിൻ്റെ ഏറ്റവും പ്രഥമ പൗരൻ എന്നുള്ള നിലയിൽ ഭരണഘടനാപരമായി 4ാമത്തെ പ്രോട്ടോക്കോൾ ഉള്ള ഒരു ഭരണഘടനാ അധികാരം കൈയാളുന്നൊരു വ്യക്തിയെ കേരളത്തിൽ പോലീസ് ഉൾപ്പെടെ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് കണ്ടാൽ മനസ്സിലാകും. അപ്പോൾ ഈ ഒരു ഇരട്ട നീതി കേരളത്തിൽ നടക്കുകയാണ്. അപ്പോൾ ഇതൊരു എപ്പോഴായാലും ഒന്ന് അവസാനിപ്പിച്ച് പറ്റുക, അല്ലെങ്കിൽ അവസാനിപ്പിക്കണം. അതല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. എപ്പോഴും ജനാധിപത്യത്തെക്കുറിച്ചും നമ്മുടെ സ്നേഹത്തെക്കുറിച്ചും സാഹോദര്യത്തെക്കുറിച്ചും ഒക്കെ പ്രചരണം നടത്തുന്ന ആളുകളൊക്കെ കാണിക്കുന്നത് നമുക്ക് ഇപ്പോൾ എല്ലാവർക്കും CPMൽ വിശ്വസിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ വിശ്വസിക്കാൻ കഴിയില്ല. വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടാവും. ആ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുള്ള ഒരു വേദി, അതിനൊരു ഒരു നമ്മുടെ സംസ്ഥാനത്ത് അല്ലെങ്കിൽ നമ്മുടെ പൊതുജീവിതത്തിൽ തന്നെ അതിനൊരു രീതിയുണ്ട്. അപ്പോൾ അതിൻ്റെ വരമ്പ് കടക്കുന്ന രീതിയിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ നേതൃത്വം, പ്രത്യേകിച്ചും CPMൻ്റെ
ആ ഒത്താശയോടുകൂടി SFIയും യൂത്ത് നമ്മുടെ DYFI ഒക്കെ കേരളത്തിൽ അതിൻ്റെ എല്ലാ അതിർവരമ്പുകളും ലംഘിക്കുകയാണ്. അപ്പോൾ ഇത് ഭൂഷണമാണോ എന്ന്, അല്ലെങ്കിൽ ഇവരെ കൊണ്ട് ഇത് തുടർന്ന് നടത്തണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് CPM ആണ്. കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയാണ്. അപ്പോൾ എൻ്റെ വീക്ഷണത്തിൽ ഇത് വളരെ ഒരു ഭരണ പരാജയമാണ്, ഭരണഘടനയോടുള്ള വെല്ലുവിളിയാണ്. ലോക ചരിത്രത്തിൽ ആദ്യമായി അക്രമപ്രവർത്തനങ്ങളും രക്ഷാപ്രവർത്തനങ്ങളും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരിക്കുന്നു എന്നത് നമ്മുടെ തലയിലെഴുത്തോ അദ്ദേഹത്തിൻ്റെ തലയിലെഴുത്തോ എന്ന കാര്യം മാത്രമേ ഇനി അറിയേണ്ടതുള്ളൂ. രക്ഷാപ്രവർത്തനങ്ങളുടെ ആധിക്യം കൊണ്ട് പൗരന്മാർ തന്നെ ഇല്ലാതാകുന്ന നല്ല നാളെ സ്വപ്നം കണ്ടാണോ പിണറായി സർക്കാർ നീങ്ങുന്നത് എന്നും അറിയില്ല. ആകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. സ്വപ്നങ്ങൾക്ക് അതിരുകളില്ലല്ലോ, പ്രത്യേകിച്ച് പിണറായി സഖാവിന്. ജനം സ്പെഷ്യൽ എഡിഷൻ പൂർണ്ണമാവുകയാണ്. നമസ്തേ.